ഷാഫിയെ ലാത്തിക്കടിച്ചത് ആസൂത്രിതമായെന്ന് കൂടുതൽ നേതാക്കൾ. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്തു വെച്ചിട്ടുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ. സ്വർണ്ണമോഷണം ചർച്ചയാകാതിരിക്കാൻ എന്ന് എ.പി. അനിൽകുമാറും മുല്ലപ്പള്ളി രാമചന്ദ്രനും പോലീസിന്റേത് ലാത്തി കൊണ്ടുള്ള കോൽക്കളിയെന്ന് കുഞ്ഞാലിക്കുട്ടി. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന്റെ വഴിതേടി അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്ത്. സ്ട്രോങ് റൂമുകളിൽ പരിശോധന തുടരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും 9 ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി SIT ഉടൻ കേസെടുക്കും. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. മുഖ്യമന്ത്രിക്ക് തൃശൂരിൽ യുവമോർച്ചയുടെ കരിങ്കൊടി. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ദേവസ്വം ഓഫീസിന് സമീപം കൂടുതൽ കവറുകളിൽ കരിപ്രസാദം കണ്ടെത്തി. ദേവസ്വം വിജിലൻസും പോലീസും അന്വേഷണം തുടങ്ങി. കരിപ്രസാദം കണ്ടെത്തിയ വീട്ടിൽ പരിശോധന നടത്തും. നടപടികൾ പ്രസാദം പാകം ചെയ്യുന്നത് വൃത്തിഹീനമെന്ന പരാതി. ലൈഫ് മിഷന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED സമൻസ് അയച്ചവരിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണം. 2023 നോട്ടീസ് നൽകിയത് ക്ലിഫ് ഹൗസ് വിലാസത്തിൽ. ഹാജരാകാത്തതിനെ ചൊല്ലി 2.5 വർഷത്തിനു ശേഷം രാഷ്ട്രീയ വിവാദം. CPM BJP ഡീലെന്ന് കോൺഗ്രസ്. കൊച്ചിയുടെ യാത്രയ്ക്ക് വേഗം കൂട്ടി വാട്ടർ മെട്രോ മട്ടാഞ്ചേരിയിലും. വില്ലിംഗ്ടൺ ഐലൻഡിലെത്തി പുതിയ ടെർമിനലുകൾ നാടൻ സമർപ്പിച്ചു. കൊച്ചി കായലിന്റെ സാധ്യതകളിലൂടെ പുതിയ വാട്ടർ സർക്യൂട്ട് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. അഫ്ഗാൻ മന്ത്രി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ കടത്തിവിട്ടില്ല. ക്ഷണക്കത്തയച്ചത് മുംബൈയിലെ അഫ്ഗാൻ കൗൺസിൽ ജനറൽ. ഇന്ത്യക്ക് പങ്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. തീരുവ യുദ്ധത്തിൽ ചൈനയെ വരിഞ്ഞുമുറക്കിയ അമേരിക്ക. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നവംബർ 1-ാം തീയതി മുതൽ 100% അധിക ചുങ്കം ഏർപ്പെടുത്തി. സോഫ്റ്റ്വെയർ കയറ്റുമതിക്കും നിയന്ത്രണം. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും ട്രംപ് ഒഴിവാക്കിയേക്കും.